7 വയസ്സുള്ള കുഞ്ഞ് ചിത്ര ചേച്ചിയെ പോലെ ഒരിക്കലും പാടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് യാതൊരു രീതിയിലും നീതീകരിക്കാൻ പറ്റുന്നതല്ല. ആ നീല വാർമുകിൽ അവിടെ നിന്ന് പാടിയ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് 7 വയസ്സിൽ എങ്ങനെ സാധിക്കുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതളങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി. ഞങ്ങള് രണ്ടുപേരും പാട്ട് പാടില്ല. ഓ അത് ശരി. പക്ഷെ എങ്ങനെ ഇവള് പാട്ടുകാരിയായി എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അതൊക്കെ ദൈവത്തിന് അനുഗ്രഹം. ചിലപ്പോൾ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ. വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ കേട്ടിരുന്നു. ആ അതാണ് കാര്യം. ചില ആൾക്കാർ പറയും ഇത് ചിത്ര ചേച്ചി പാടിയതുപോലെ അല്ലല്ലോ എന്ന്. ചിത്ര ചേച്ചി ലെജൻഡാണ്. അപ്പൊ 7 വയസ്സുള്ള കുഞ്ഞ് ചിത്ര ചേച്ചിയെ പോലെ ഒരിക്കലും പാടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് യാതൊരു രീതിയിലും നീതീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ കുഞ്ഞ് ഈ 7 വയസ്സിൽ പാടുന്നതിലുള്ള മാജിക് അത് ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കറക്ഷൻസ് ചെയ്യാത്തത്. കാരണം കറക്ഷൻസ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഒരു 7 വയസ്സുകാരി വന്ന് ഇവിടെ മാജിക് ഉണ്ടാക്കണം. ഇതാണ് ശരിക്കും മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്.